ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സരള സത്യഭാമയെ വിളിച്ച് പറയുന്നു, ഞാനെന്നും നിന്റെ വെൽവിഷർ തന്നെയാണ് ഭാമേ. നിന്നെ നിന്റെ മക്കളും മരുമക്കളും പിന്നെ നീ ദത്തെടുത്തവരും എല്ലാവരും ചേർന്ന് നിന്നെ ശരിക്കും പറ്റിക്കുകയാണ്. നീ ഈ നാട്ടിലുള്ള വലിയ പ്രമാണിയാണെന്നും നിന്നെ എല്ലാവരും പേടിച്ചാണ് കഴിയുന്നത് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പട്ടുസാരിയും ഉടുത്ത് നീ ഇങ്ങനെ നടന്നാൽ മാത്രം പോരാ, നിന്നെ വിദഗ്ധമായി എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് സത്യം എന്ന് സരള പറയുമ്പോൾ സത്യഭാമ ചോദിച്ചു, എന്തൊക്കെയാ സരള നീ വിളിച്ചു പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെന്നെ പറ്റിച്ചോന്നാ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നത് കേട്ട് സരള പറഞ്ഞു, എന്നാലേ നിന്റെ ഇളയ മരുമകൾ എവിടെ, ശ്യാമ എന്ന് ചോദിച്ചതും, അത് പിന്നെ ശ്യാമ എന്ന് സത്യഭാമ മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും സരള പറഞ്ഞു, നീ ആകെ കുഴപ്പത്തിലാവണ്ട, അവൾ എവിടെയാണെന്ന് എനിക്കറിയാം. അവളിപ്പോ കരുണ ഹോസ്പിറ്റലുണ്ട്. ഇത് കേട്ടതും ഹോസ്പിറ്റലോ എന്ന് സത്യഭാമ ആശങ്കയോടെ ചോദിച്ചതും സരള പറഞ്ഞു, അയ്യോ ഞാനൊന്നും ചെയ്തതല്ല കേട്ടോ. അവളെ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം. അവള് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. അതാണ് സംഭവിച്ചത്. വഴിയിലൂടെ വന്ന ഒരു കാറിന് മുന്നിലേക്ക് അവൾ എടുത്തു ചാടി. ഇപ്പോൾ അവളുടെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നീ വരികയാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവളെ നിനക്ക് കാണാം എന്ന് സത്യഭാമയുടെ സരള പറയുന്നു. സത്യഭാമ അതൊന്നും വിശ്വസിക്കാനാകാതെ അങ്ങനെ നിന്നതും സരള പറഞ്ഞു, പിന്നെ നീ അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നിന്നെ നിന്റെ മകനും മരുമകളും ചേർന്ന് വളരെ ഭംഗിയായി പറ്റിച്ചുകൊണ്ടിരിക്കുക. രോഹിത് വിവാഹം കഴിച്ച ശ്യാമയുടെ മനസ്സിൽ ഇപ്പോഴും അന്ന് കല്യാണത്തിന് വന്ന ആ പയ്യൻ, അവളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയ ആ കല്യാണ പയ്യൻ തന്നെയാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. ആ പോട്ടുകാരൻ്റെ മകൻ ദീപക്, അതാണ് ആ അരവിന്ദൻ്റെ മകനെയാണ് ഇപ്പോഴും അവൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കിക്കൂ, വിഷ്ണുവും ശാലിനിയും ചേർന്ന് നിന്നെ പറ്റിക്കുകയായിരുന്നു. രോഹിതും ശ്യാമയും തമ്മിൽ വളരെ അടുപ്പത്തിലാണെന്നും അവർ തമ്മിൽ വലിയ സ്നേഹത്തിലാണെന്നുമൊക്കെ നിന്നെ അവരെന്നും പറ്റിക്കുക തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സരള സത്യഭാമയോട് പറയുന്നു. സത്യഭാമ ഇതെല്ലാം കേട്ടതും, നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ദേഷ്യത്തോടെ അന്വേഷിച്ചു. ഉടനെ സരള പറഞ്ഞു, പിന്നല്ലാതെ ഞാൻ നിന്നോട് എന്തിനാ ഭാമേ ഇങ്ങനെ ഓരോ നുണക്കഥകൾ പറയുന്നത്? എന്തായാലും ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കിക്കോ ഭാമേ, ഇപ്പോൾ നീ ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ അവളുടെ ജീവൻ പോകാൻ കൂടി വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചോ. ഒരു വലിയൊരു നാണക്കേടിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. ഇന്ന് അവൾ രോഹിതിനെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് പോയി. അവിടെ അവളെ കാണുവാനായി ആ ദീപക് എന്ന് പറയുന്ന പയ്യൻ വരികയും ചെയ്തു. എന്നാൽ അവൻ അവളോട് പറഞ്ഞു അവളെ വേണ്ട എന്ന്. അതിൻ്റെ വേദനയിലാണ് അവൾ കാറിന് മുന്നിലേക്ക് എടുത്ത് ചാടിയത് എന്ന് സത്യഭാമയോട് സരള പറയുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോൾ സത്യഭാമ മറുപടിയൊന്നും പറയാതിരിക്കുമ്പോൾ സരള പറഞ്ഞു, അതെ, എന്തായാലും വേഗം നീ ഈ കരുണ ഹോസ്പിറ്റലിലേക്ക് വാ. അപ്പോൾ കാണാം നിന്റെ കുടുംബത്തിന് തന്നെ മാനക്കേടാക്കാനായി വന്നു കയറിയ ആ പെണ്ണിൻ്റെ ശവശരീരം. ചിലപ്പോൾ അതിനുവേണ്ടി നീ പ്രാർത്ഥിച്ചു, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് സരള ഫോൺ വെച്ചതും സത്യഭാമ ആകെ ടെൻഷനോടിരുന്നു. അപ്പോഴേക്കും രാഘവൻ നായർ റൂമിലേക്ക് എത്തി. ഭാമേ, എന്ത് പറ്റി, ആരാ വിളിച്ചത് എന്ന് രാഘവൻ നായർ അന്വേഷിച്ചതും സത്യഭാമ പറഞ്ഞു, രാഘവേട്ടാ, ഇന്ന് പിള്ളേച്ചനോട് പറയണം നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിക്കാൻ. ഉടനെ രാഘവൻ നായർ ചോദിച്ചു, എന്താ ഭാമേ, എന്താ കാര്യം? അതെ, അയാൾ ഇന്നിവിടെ ഉണ്ടാകണം. ചിലപ്പോൾ അയാൾ ചില കാര്യങ്ങളൊക്കെ, ചില ആവശ്യത്തിന് വേണ്ടി അയാളെ ഇവിടെ ഉപകരിക്കും. അതുകൊണ്ട് ഇന്നിവിടെ അയാൾ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ചില ആവശ്യങ്ങൾ ഉണ്ടായേക്കും എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം പുറത്തേക്ക് പോന്നു. രാഘവൻ നായർ ഭാമയോട് ചോദിച്ചിട്ടും സത്യഭാമ മറുപടി പറയാൻ തയ്യാറായില്ല. ചില കാരണങ്ങളുണ്ടെന്ന് മാത്രം പറഞ്ഞ് അവിടെ നിന്ന് ഭാമ പോകുമ്പോൾ രാഘവൻ നായർ ആകെ സംശയത്തിലായി. ഇനി എന്ത് പ്രശ്നമായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഭാമ ഇത് എങ്ങോട്ടായി പോകുന്നത് എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ വേഗം ജോണിനോട് പറഞ്ഞു, ജോണെ വണ്ടി എടുക്ക്. അങ്ങനെ ജോസേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വിഷ്ണുവും ശാലിനിയും ഒപ്പം ജഗദീപും ചേർന്ന് അവർ 3 പേരും സംസാരിച്ച് അവരുടെ ആ ഗൂഢാലോചന ഫലം കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവർ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ട് വേദനയോടെ നിൽക്കുകയാണ് സുസ്മിത. അവിടേക്കെത്തിയ സരള ചോദിച്ചു, എടി മോളെ, നീ എന്തിനാ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്? വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞത് സുസ്മിത പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകാൻ എനിക്ക് കഴിയുമോ അമ്മേ? ഒരുത്തൻ താലി കെട്ടിയതിന് ശേഷം അതുപോലെ ഒരു മരങ്ങോടനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇത്ര പാടുപെട്ടിട്ടാണ് അത് നേടിയെടുത്തത്. എന്നിട്ട് രണ്ടാമത് കെട്ടിയതോ ഇതുപോലൊരു ഭൂലോക ഫ്രോഡിനെ. ഇനി
എൻ്റെ ജീവിതം എന്തിനു കൊള്ളാമേ എന്ന് പറഞ്ഞ് സരളയോട് സുസ്മിത സങ്കടപ്പെടുമ്പോൾ സരള പറഞ്ഞു, ഇത് പൊട്ടിച്ചെറിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ ബന്ധം, നീ വാടി മോളെ എന്ന് സരള പറയുമ്പോൾ സുസ്മിത പറഞ്ഞു, പക്ഷേ അങ്ങനെ അങ്ങ് പോകാൻ കഴിയില്ലല്ലോ അമ്മേ. അന്ന് നാരങ്ങ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തതിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ സരള പറഞ്ഞു, അങ്ങനെ എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നു എന്ന് വെച്ച് എല്ലാവരും അവനവൻ്റെ ജീവിതം ഇല്ലാതാക്കുകയാണോ? ഒരിക്കലുമില്ല. അതിനൊക്കെ പ്രതിവിധികൾ ധാരാളമുണ്ട്. നീ വാ മോളെ. ഒരിക്കലും അതുപോലെ ഒരു ഫ്രോഡിൻ്റെ കൂടെ നിന്റെ ജീവിതം പാഴാക്കി കളയാൻ ഈ സരള സമ്മതിക്കില്ല. പോരെ, ഈ അമ്മയുള്ളപ്പോൾ നിനക്ക് അങ്ങനെ ഒരു ജീവിതം അനുഭവിക്കേണ്ടി വരില്ല. മോള് വാ എന്ന് പറഞ്ഞ് സുസ്മിതയെ സരള വിളിക്കുമ്പോൾ സുസ്മിത പറഞ്ഞു, അമ്മേ, ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ അങ്ങ് കൊന്നു കളയട്ടെ. അതല്ലേ മറ്റെന്തിനേക്കാളും നല്ലത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ ഏറെ സന്തോഷം ഇനിയും ഞാൻ ജയിലിലേക്ക് പോകുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ ഇനിയും കുറച്ച് നാൾ കഴിയുമ്പോൾ ജയിലിലേക്ക് പോകേണ്ടതല്ലേ അമ്മേ. അതുകൊണ്ട് തന്നെ ഒരാളെ കൂടെ ഇല്ലാതാക്കിയിട്ട് പോകുന്നത് കൊണ്ട് ഈ ശിക്ഷയിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ഇതെല്ലാം കേട്ടു നിന്ന സരള പറഞ്ഞു, അറിയാം മോളെ, നിന്റെ മനസ്സിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ മോളെ, ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കിക്കോ. നീ കൊല്ലാനായി ആഗ്രഹിച്ചവരെ കൊല്ലും. പക്ഷേ അത് ചെയ്യേണ്ടത് നീയല്ല, മറിച്ച് അതിനു വേണ്ടിയുള്ള ആള് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിപ്പുണ്ട് എന്ന് സരള പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞതും സരള വേഗം തന്നെ പുറത്തിറങ്ങി തൻ്റെ കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ തൻ്റെ മകളുടെ ജീവിതം എത്രയും വേഗം ഒന്ന് കരയ്ക്കടുപ്പിക്കുന്ന രീതിയിൽ ആ ഫ്രോഡിൻ്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്ന് സത്യഭാമ തീരുമാനിച്ചു. അപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടന്ന ശ്യാമയ്ക്കരികിലേക്ക് ഡോക്ടർ രോഹിത്തിനെ വിളിപ്പിക്കുന്നത്. രോഹിത്ത് അവിടെ വന്ന് നിൽക്കുന്നതും സരള പാതി മയങ്ങിയ ആ കാഴ്ചയിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന രോഹിത്തിനെ കണ്ടു. രോഹിത്തിനോട് അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു, അല്ല, ഈ കുട്ടിക്ക് ബോധം പോകാൻ കാരണം ഇടിയിലുണ്ടായ ആഘാതമാണ്, മറ്റെന്തിനേക്കാളേറെ മനസ്സിനുണ്ടായ വേദന. ആ കുട്ടിയുടെ മനസ്സ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. സത്യത്തിൽ ഇത് വണ്ടിയിടിച്ച് തന്നെയാണല്ലോ അല്ലേ? ഈ കുട്ടിയുടെ ദേഹത്ത് കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു, അതെ മേഡം, വണ്ടിയിടിച്ച് തന്നെയാണ്. അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഇപ്പോൾ സെഡേഷനിൽ കിടക്കുകയാണ്. അത് ഒഴിവായി കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരാം എന്ന് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം അവിടുന്ന് ഡോക്ടേഴ്സ് എല്ലാം പോയി കഴിയുമ്പോൾ രോഹിത് ആകെ വിഷമത്തോടെ ശ്യാമയ്ക്ക് അരികിലേക്ക് ചെന്നിരുന്നു. ശ്യാമയുടെ അരികിലുള്ള ആ ചെയർ വലിച്ചിട്ട് രോഹിത് അതിലിരുന്നതിന് ശേഷം ശ്യാമയുടെ വലത് കൈ തൻ്റെ കൈകൾക്കുള്ളിലാക്കി. ശ്യാമയുടെ വലത് കൈയിലേക്ക് തൻ്റെ കൈ ചേർത്ത് പിടിച്ച് രോഹിത് നോക്കി. ഈ സമയത്ത് ശ്യാമയുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് രോഹിത് പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്. നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടാവില്ലല്ലേ? എനിക്കറിയാം. എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിന്നെ ഈ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ നിന്നോട് എൻ്റെ സങ്കടങ്ങൾ പറയാമല്ലോ, അതാണ് ഞാൻ കരുതിയത്. സത്യത്തിൽ അന്ന് ആ ക്ഷേത്രനടയിൽ വെച്ച് സംഭവിച്ചതൊക്കെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളായിരുന്നില്ല. സിനി, ഒരു വട്ടം എനിക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശ്യാമയുടെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇടമുണ്ട് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. അന്ന് പനി പിടിച്ച് ഞാൻ കിടന്ന സമയത്ത്. അപ്പോൾ എന്നോട് പരിചരിച്ചതും ഒക്കെ ശ്യാമയായിരുന്നല്ലോ. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി എന്നോടുള്ള വിദ്വേഷമെല്ലാം പോയി ശ്യാമയുടെ മനസ്സിൽ എന്നോട് സ്നേഹം ഉണ്ടായി തുടങ്ങിയെന്ന്. എന്നാൽ ഇപ്പോൾ ശ്യാമ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. സത്യത്തിൽ ശ്യാമയോട് എനിക്ക് ഒരു കാര്യം പറയുവാനുണ്ടായിരുന്നു. അതാണ് സത്യം. ശ്യാമ എന്നോട് പറഞ്ഞില്ലേ എന്നെ വിട്ടു പോവുകയാണ് എന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകുകയാണെന്ന്. അങ്ങനെ എന്നെ വിട്ട് തനിക്ക് പോകാനാകുകയുള്ളൂ. തന്നെ അങ്ങനെ പറഞ്ഞു വിടാൻ എൻ്റെ മനസ്സും അനുവദിക്കില്ല. പിന്നെ ഇപ്പോൾ ഈ സംഭവിച്ചതൊക്കെ എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് സത്യാമ്മയോട് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ. അതിലൊന്നാണ് താനും ഞാനും തമ്മിലുള്ള വിവാഹം. ആ വിവാഹത്തിന് തനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നില്ല എന്നെനിക്കറിയാം. പക്ഷേ എങ്കിലും എനിക്ക് തന്നോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ശ്യാമയെ. ശ്യാമയ്ക്കറിയുമോ, അന്ന് ആ ക്ഷേത്രനടയിൽ വെച്ച് സുസ്മിത എന്നെ വെല്ലുവിളിച്ചിരുന്നു. ശാലിനിയുടെ അനുജത്തിയായതുകൊണ്ട് തൻ്റെ കുടുംബജീവിതവും എൻ്റെ ജീവിതവും എല്ലാം ഒരുപോലെ ഇല്ലാതാകുമെന്നും ഇനി ഒരിക്കലും നമ്മുടെ രണ്ടുപേരുടെയും കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുകയില്ല എന്നും
തനിക്ക് ഇനിയൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും അതെല്ലാം നമ്മളോടുണ്ടായിരുന്ന പൂർവ്വ വൈരാഗ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആ ചതിക്കും അവളുടെ ആ വൈരാഗ്യവും വിജയിച്ചതിന്റെ സന്തോഷത്തിൽ, അവൾക്ക് നമ്മളോടുള്ള പക വീട്ടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ അവൾ എന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അപ്പോ ആ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു കാലത്തും സന്തോഷകരമായി ജീവിക്കാൻ കഴിയില്ല എന്നും നമ്മൾ ഒരിക്കലും ഒന്നിച്ച് മുന്നോട്ട് പോകില്ല എന്നും, അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു നല്ല ജീവിതം കിട്ടില്ല എന്ന് അഹങ്കാരത്തിൽ അവൾ പറഞ്ഞപ്പോ എനിക്ക് ആ സുസ്മിതയ്ക്ക് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ അമ്മ മരണസമയത്ത് സത്യാമ്മയോട് ആവശ്യപ്പെട്ടത് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണമെന്നും എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കണ്ടെത്തണമെന്നുമായിരുന്നു. എന്നാൽ അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ തന്നോട് ഒരു അനുവാദം പോലും ചോദിക്കാനുള്ള ആ നിമിഷം പോലും കിട്ടാതെ സുസ്മിതയുടെ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ സുസ്മിതയോട് തോൽക്കാൻ എനിക്ക് മടിയില്ലാതെ, അവളെ വിജയിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാതെ, അവളെ എന്നേക്കുമായി അവളുടെ ആഗ്രഹങ്ങളെ, അവളുടെ വിജയങ്ങളെ ഇല്ലാതാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയായിരുന്നു തന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്, തന്നോട് പോലും അനുവാദം ചോദിക്കാതെ സുസ്മിതയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട്. എന്നാൽ പിന്നീട് തന്നെ അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചെങ്കിലും തനിക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. വീട്ടിൽ വന്നതിന് ശേഷം എന്നോടുള്ള പെരുമാറ്റങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ തന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം മുതൽ താൻ എനിക്ക് എൻ്റെ ഭാര്യയായിരുന്നു. തന്നോട് വഴക്ക് കൂടുമ്പോഴും ബഹളം വയ്ക്കുമ്പോഴും ഒക്കെ ഞാൻ ശരിക്കും അത് ആസ്വദിച്ചിരുന്നു. താൻ എന്നോട് കാണിക്കുന്നതൊക്കെ തന്റെ കുട്ടിക്കളിയാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എല്ലായ്പ്പോഴും തന്റെ പെരുമാറ്റത്തിലുമൊക്കെ ഞാൻ അതെല്ലാം ശരിക്കും ആസ്വദിച്ചുകൊണ്ടായിരുന്നു തന്റെ കൂടെ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോ എനിക്ക് മനസ്സിലായി, ഇന്ന് താൻ പറഞ്ഞല്ലോ എന്നെ വിട്ടു പോവുകയാണെന്ന്. ദീപക് തന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുവെന്ന്, ദീപക്കുമായി പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന്. എനിക്ക് അതിൽ യാതൊരു വിരോധമില്ല ശ്യാമ. ഇപ്പോ ഞാൻ ഒരിക്കലും തന്റെ ഇഷ്ടങ്ങളെയോ താല്പര്യങ്ങളെയോ ഒരിക്കലും ഞാൻ തടയാൻ ശ്രമിക്കില്ല. തന്റെ ഇഷ്ടങ്ങൾ എന്താണെങ്കിലും അതുപോലെ തന്നെ നടന്നോട്ടെ. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ശ്യാമയുടെ ആ തന്റെ വലത് കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ കൈയിലേക്ക് തന്റെ മുഖം ചേർത്ത് കരഞ്ഞുകൊണ്ട് രോഹിത് പറഞ്ഞു, ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ. തനിക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, തന്റെ ഇഷ്ടമുള്ള ജീവിതം താൻ തിരഞ്ഞെടുത്തോ. സത്യാമ്മ അതൊന്നും അറിയണ്ട. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് തന്നോട് പറയാനുള്ളൂ. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് താൻ ഒരിക്കലും എത്തരുത്. സ്വന്തം ജീവിതം ഇല്ലാതാക്കാൻ, സ്വന്തം ജീവൻ എടുക്കുന്ന ഇങ്ങനെയുള്ള ഒരു തീരുമാനം അതെനിക്ക് സഹിക്കാനാവില്ല. തന്നെ ഞാൻ മറ്റൊരാളുടെ ഒപ്പം പോകാൻ അനുവദിക്കുന്നെന്ന് പറയുമ്പോൾ എൻ്റെ ചങ്ക് പറിച്ചെടുത്ത് കൊടുക്കുന്ന വേദനയാണ് എനിക്കുള്ളത്. കാരണം അത്രത്തോളം തന്നെ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അറിയാമല്ലോ, അന്ന് പനി വന്നപ്പോൾ താൻ എന്നെ പരിചരിച്ചതൊക്കെ, അതൊക്കെ ഒരിക്കലും എനിക്ക് ആരിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു സ്നേഹമല്ല, എൻ്റെ അമ്മ ഒഴിച്ച്. എൻ്റെ അമ്മ മാത്രമേ എന്നോട് അങ്ങനെയെല്ലാം പെരുമാറിയിട്ടുള്ളൂ. അപ്പോ തന്നോടുള്ള എൻ്റെ മനസ്സിലെ ആ സ്നേഹം അത് എത്രത്തോളമാണെന്ന് എന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷെ ഞാനിപ്പോ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, അത് സത്യമാണ്. ആ സ്നേഹം താൻ തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. തനിക്ക് ബോധമുള്ളപ്പോ ഇതെല്ലാം എനിക്ക് പറയാനാവില്ല. അതുകൊണ്ടാണ് തന്റെ അബോധാവസ്ഥയിൽ ഞാൻ ഇക്കാര്യങ്ങളൊക്കെ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നോട് പറയുന്നത്. എന്തായാലും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ എൻ്റെ പൊന്നെ. എനിക്ക് അത് സഹിക്കാനാവില്ല മോളെ. ഇനിയും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് രോഹിത് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ശ്യാമയോട് തന്റെ ഇഷ്ടം അറിയിച്ചു. ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലേ. എൻ്റെ ഹൃദയം പിടയുന്ന വേദനയോടെ ഞാൻ മോളുടെ ഇഷ്ടത്തിന് നിന്നോടാം. പക്ഷെ ഒരിക്കലും എന്നെ വിട്ടു പോകുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തല്ലേ എന്ന് പറഞ്ഞ് ആ കൈകൾ തന്നെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നു രോഹിത്. രോഹിത്തിന്റെ ആ വാക്കുകളെല്ലാം ശ്യാമ കേൾക്കാനിടയാവുന്നു. രോഹിത് കരയുന്നതെല്ലാം പതുക്കെ കണ്ണു തുറന്ന് ശ്യാമ കാണുന്നു. രോഹിത് കരഞ്ഞുകൊണ്ട് ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ, അത്രത്തോളം ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാ. വെറുതെ ഇനിയും എന്നെ വേദനിപ്പിക്കരുത്, ഇനി എനിക്കിതൊന്നും സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ് രോഹിത് സങ്കടപ്പെടുമ്പോൾ ശ്യാമയുടെ മനസ്സിലേക്ക് വരുന്നത്, അന്ന് വിവാഹത്തിന് ശേഷം ശ്യാമ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങി ഹോട്ടൽ റൂമിൽ വന്ന് രോഹിത്തിനോട് കാണിച്ച ദേഷ്യവും വെറുപ്പും,
അതിനുശേഷം വീട്ടിലേക്ക് വന്നതിന് ശേഷം അവിടെ ദാമ്പത്യ പൂജ സത്യാമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ അന്ന് തന്റെ കയ്യിൽ കെട്ടിയ ആ ചരട് വലിച്ചെറിഞ്ഞത്. അതിനുശേഷം പിന്നീട് രോഹിത്തിനോട് കാണിച്ച പല ക്രൂരതകളും, രോഹിത്തിനെ അപമാനിക്കുവാനായി താൻ കാട്ടിക്കൂട്ടിയ പലതും, അതോടൊപ്പം തന്നെ രോഹിത്ത് തനിക്ക് വേണ്ടി സത്യാമ്മയുടെ കയ്യിൽ നിന്ന് അടി ഏറ്റുവാങ്ങിയതും, അങ്ങനെയായുള്ള പല നിമിഷങ്ങൾ, പിന്നീട് ദീപക്കിന്റെ മുന്നിൽ വെച്ച് രോഹിത്തിനെ അപമാനിച്ചതും, രോഹിത്തും ഞാനും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്നും രോഹിത്തിന്റെ വഴി, ഞാനും ദീപക്കും ഒരുമിച്ച് ജീവിച്ചോളാമെന്നും പറഞ്ഞ് രോഹിത്തിനെ അന്ന് ദീപക്കിന്റെ മുന്നിൽ പോലും താൻ രോഹിത്തിനെ അപമാനിച്ചത്, അതെല്ലാം ശ്യാമയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. രോഹിത്ത് ഈ സമയത്ത് ശ്യാമയോട് തന്നെ മനസ്സ് തുറന്ന് പറഞ്ഞ് ഇനിയും മോൾ അങ്ങനെയൊന്നും തീരുമാനിക്കില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് രോഹിത്ത് ശ്യാമയ്ക്കരികിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്യാമ പെട്ടെന്ന് രോഹിത്തിന്റെ കൈയിലേക്ക് കടന്നു പിടിച്ചു. രോഹിത്ത് ഞെട്ടിത്തെറിച്ച് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമേ എന്ന് വിളിച്ച് വളരെ സന്തോഷത്തോടെ രോഹിത്ത് ശ്യാമയെ വന്ന് വിളിക്കുന്നു. ശ്യാമ അപ്പോഴേക്കും കണ്ണു തുറന്നു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഇല്ല രോഹിത് എന്ന് വിളിച്ചതും ഉടനെ രോഹിത്ത് പറഞ്ഞു ഞാനേ ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞ് രോഹിത്ത് ഡോക്ടറെ വിളിക്കാനായി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വേഗം ശ്യാമ രോഹിത്തിന്റെ കയ്യിലേക്ക് മുറുകെ പിടിച്ചു. രോഹിത് ആരെയും വിളിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. രോഹിത്ത് കുറച്ചു നേരം എൻ്റെ അരികിൽ ഇരിക്കുവോ എന്ന് ചോദിച്ചതും രോഹിത്ത് ചോദിച്ചു ഞാൻ പറയുന്നതെല്ലാം രോഹിത്ത് ശ്യാമ കേട്ടിരുന്നോ എന്ന് രോഹിത്ത് അന്വേഷിച്ചു. ഞാൻ ബോധത്തോടെ കിടക്കുമ്പോ എനിക്ക് ബോധമുള്ളപ്പോ പറയുന്നതൊക്കെ ഞാൻ കേൾക്കില്ലേ എന്ന് ശ്യാമ ചോദിച്ചതും രോഹിത്ത് ആകെ വേദനയോടെ നോക്കുന്നു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു കുറച്ചു നേരം രോഹിത്ത് എൻ്റെ അരികിൽ ഇരിക്കുവോ എന്ന് ചോദിച്ചതും ശ്യാമ എന്താ ശ്യാമ എന്ന് രോഹിത്ത് അവിടെ ഇരുന്നിട്ട് ശ്യാമയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമ രോഹിത് എന്ന് വിളിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നു. ഉടനെ തന്നെ രോഹിത് ചോദിച്ചു എന്താ ശ്യാമേ എന്താ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു രോഹിത് എന്തിനാ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടുവല്ലേ എന്ന് വീണ്ടും രോഹിത് അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഞാൻ ഉണർന്നു കിടക്കുകയായിരുന്നില്ലേ, അപ്പൊ പിന്നെ എനിക്ക് കേൾക്കാൻ കഴിയില്ലേ രോഹിത് എന്ന് ചോദിച്ചതും രോഹിത്തും പൊട്ടിക്കരഞ്ഞു. ശ്യാമയോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശ്യാമ കേട്ടുവെന്ന് അറിഞ്ഞതോടെ രോഹിത്തും ആകെ വിഷമത്തിലായി. രോഹിത്ത് സങ്കടത്തോടെ തന്റെ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ എത്തുന്നു. ശ്യാമയും തന്റെ കണ്ണുനീരെല്ലാം തുടച്ച് അവരുടെ കൈകൾ മാറ്റുമ്പോൾ ഡോക്ടർ അരികിലെത്തി ചോദിച്ചു ശ്യാമേ ഇപ്പൊ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് ശ്യാമ മറുപടി പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നറിയിച്ചു. എന്നാ വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഇല്ല മേഡം എന്നറിയിച്ചു. എന്നാ ഇന്ന് വീട്ടിൽ പോകട്ടോ, അല്ല നിങ്ങൾ രണ്ടുപേരും സൗന്ദര്യപ്പിണക്കത്തിലായിരുന്നോ എന്ന് ചോദിച്ചതും ഇല്ല ഡോക്ടർ എന്ന് ഡോക്ടറോട് രോഹിത്ത് അറിയിച്ചു. അല്ല ഞാൻ വന്നപ്പോ നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞതും രോഹിത്ത് പറഞ്ഞു ഇത് സങ്കടമല്ല ഡോക്ടർ, സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് എന്ന് രോഹിത്ത് മറുപടി നൽകി. അത് കേട്ട് ഡോക്ടറും രോഹിത്തിനെ നോക്കി ചിരിച്ചു. എന്തായാലും ആക്സിഡന്റ് സമയത്ത് താൻ കൂടെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് ഡോക്ടർ രോഹിത്തിനോട് അന്വേഷിച്ചു. അതെ മേഡം എന്ന് രോഹിത്ത് മറുപടി നൽകിയതും അപ്പോൾ ഇത് ആക്സിഡന്റ് തന്നെയാണോ എന്ന് ചോദിച്ചതും അതെ മേഡം എന്ന് രോഹിത്ത് വീണ്ടും ശ്യാമയെ രക്ഷിക്കുന്നതിനായി ഡോക്ടറോട് കളവ് പറയുന്നു. അതെല്ലാം കേട്ടതും ഡോക്ടർ എന്നാ ശരി ഇന്ന് പോകാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും സത്യാമ്മ സരള തന്നെ വിളിച്ച് അറിയിച്ച കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. സത്യാമ്മ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യാമ്മയുടെ മനസ്സിൽ ആകെ വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചു. ഈ സമയത്ത് എന്തായിരിക്കും ഡോക്ടർ വിളിച്ച് രോഹിത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയാനുള്ള ടെൻഷനിൽ ജഗദീപും ശാലിനിയും വിഷ്ണുവും എല്ലാം പുറത്ത് കാത്തിരുന്നു. ഒരു ഡോക്ടറെ പോകുന്നത് കണ്ട് ശാലിനി വേഗം വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണുവേട്ടാ ഇപ്പൊ കുറെ നേരം ആയല്ലോ എന്ന് പറയുമ്പോൾ രോഹിത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. രോഹിത്ത് വരുന്നത് കണ്ട് ശാലിനി വേഗം അരികിലേക്ക് ഓടിയെത്തി. രോഹിത് ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും രോഹിത്ത് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആകെ ടെൻഷനിലങ്ങ് നിൽക്കുമ്പോൾ ശ്യാമ പിന്നാലെ അവിടേക്ക് വരുന്നു. ശ്യാമയെ കണ്ടതും ശാലിനി ആകെ ദേഷ്യത്തിലായി. ശാലിനി കലിയോടെ ശ്യാമയുടെ അരികിലേക്ക് ചെന്നു. ശ്യാമയെ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നിർത്തിയിട്ട് ചോദിച്ചു ഇങ്ങോട്ട് പാടി, നീ എന്താ ഈ കാണിച്ചത് എന്ന് ചോദിച്ച് ശ്യാമയോട് ശാലിനി ദേഷ്യപ്പെടുന്നു. നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ച് നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ശാലിനി തല്ലാനായി കൈ ഉയർത്തിയതും രോഹിത്ത് വേഗം ശാലിനി എന്ന് വിളിച്ച് ശാലിനിയുടെ മുന്നിൽ നിന്ന് പിടിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു രോഹിത്ത് മാറിക്കേ, അവക്കിട്ട് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞതും വേണ്ട ശാലിനി എന്ന് രോഹിത്ത് വീണ്ടും തടയുന്നു.
അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇത്രയും നാളും ഇവള് കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ സഹിച്ചും ശ്രമിച്ചു നിന്നു. ഇനി ഇവൾക്കിട്ട് 2 തല്ല് കൊടുത്ത് ഇവളെ നേരെയാക്കിയില്ല എങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ശാലിനി തല്ലാനായി പോകാൻ തുടങ്ങുമ്പോൾ രോഹിത് പറഞ്ഞു, വേണ്ട ശാലിനി, വേണ്ട. അപ്പോഴേക്കും ഉടനെ ശാലിനി പറഞ്ഞു, രോഹിത് മാറിക്കേ. വീണ്ടും രോഹിത് ശാലിനിയോട് അറിയിച്ചു, ശാലിനി, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വേണ്ട. അത് കേട്ടതും എന്താ കാര്യം എന്നറിയാതെ വിഷ്ണു ശാലിനിയെ രോഹിതും ഞെട്ടിത്തെറിച്ചങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്ക് അവരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി സത്യാമ്മ വരുന്നത്. സത്യാമ്മ അവിടെ വന്ന് നോക്കുമ്പോൾ രോഹിത്, ശ്യാമ, ശാലിനി, വിഷ്ണു ഇവർ 4 പേരും അവിടെ നിൽക്കുന്ന കാഴ്ച സത്യഭാമ കാണുന്നു. എന്താ സംഭവം എന്നറിയാതെ അതിശയത്തോടെ സത്യാമ്മ നോക്കി നിൽക്കുന്നു.